ഇപ്പോൾ ന്യൂയോർക്ക് മാർക്കറ്റ് ന്യൂ സെഷനാണ്. ന്യൂ സെഷനിൽ മെയിനായിട്ട് നോക്കിയെന്ന് വെച്ചാൽ 4 ഹവറിലാണ്. 4 ഹവർ മെയിനായിട്ട് നോക്കി. 4 ഹവറിൽ ഇത് മിറ്റിഗേറ്റഡ്, ഇത് ഈക്വൽ ഹൈ ആണ്. റിലേറ്റീവ് ഈക്വൽ ഹൈസ് ഇത് ചെയ്തു മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രൈസ് ഡൗൺ വന്നത്. എന്നിട്ടാണ് ഇവിടുത്തെ റിട്രേസ്മെൻറ്റിൽ മിറ്റിഗേറ്റ് തന്നെ ഈ പ്രൈസ് വീണ്ടും അപ്പ് ചെയ്ത് 50 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിട്രേസ്മെൻറ്റ് വന്നിട്ടാണ് അപ്പ് ചെയ്ത്. ബുള്ളിഷാണ്. ഇന്ന് രാവിലെ പറഞ്ഞത് ഇവിടെ നിന്ന് ബുള്ളിഷ് പോയി. റിട്രേസ്മെൻറ്റ് LRL. പിന്നെ ഇപ്പോൾ ന്യൂയോർക്ക് മാർക്കറ്റിൽ ന്യൂ സെഷനിൽ വന്നപ്പോൾ ഈ റേഞ്ചിൻ്റെ ലിക്വിഡിറ്റി നോക്കി. ലിക്വിഡിറ്റി LRL നോക്കി. LRL നിന്നാണ് പ്രൈസ് പ്രൊജക്റ്റ് ചെയ്ത് വെള്ളിലേക്ക് പോണത്. 88 ഇത് മിറ്റിഗേറ്റ് ചെയ്തെന്ന് വെച്ചാൽ 9:15 ന്യൂയോർക്ക് സെഷൻ നമ്മളെ മാക്രോ ടൈമല്ല. അതിന് മുമ്പ് ഇത് മിറ്റിഗേറ്റഡ് ഹൈ ആണ്. നേരത്തെ റിലേറ്റീവ് ഹീക്കൽ ഹൈ എടുത്ത ഹൈ അതിൻ്റെ ഹൈ ആണ് ഇവിടുന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്തത്. അത് ബ്ലെൻഡ് സെഷൻ്റെ ലാസ്റ്റ് അവർ ആയപ്പോഴാണ് ഇത് ഡൗൺ വന്നത്. എന്നിട്ട് ഇത് 1 മിനിറ്റ് പോയി. 1 മിനിറ്റ് പോയപ്പോൾ ആ 88ൻ്റെ അവിടെ നിന്ന് റിജക്ഷൻ ലിക്വിഡിറ്റി എടുത്തിട്ട് പോയതാണ് ഈ മാർക്കറ്റ്. നമുക്ക് ഇൻവെസ്റ്റിന് പോയതാണ് ഇത്. പിന്നെ ഞാൻ നോക്കിയെന്ന് വെച്ചാൽ എനിക്ക് ബുള്ളിഷാണ് കാണേണ്ടത്. നമ്മുടെ മാക്രോ ടൈം ഓപ്പൺ ആയത് ഇവിടെയാണ്, ഈ ടൈമിനാണ്. അവിടെ നമുക്ക് എൻട്രി അധികം നോക്കാമല്ലോ. ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് 50 മിനിറ്റ്സിൻ്റെ. അതെടുത്തിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു മൈൻഡ് അനുവദിച്ചില്ല. മെയിനായിട്ട് എനിക്ക് ബുള്ളിഷാണ് കാണേണ്ടത്. അപ്പോൾ ബുള്ളിഷിൻ്റെ ഞാൻ ഇത് നോക്കി. എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ വരെ വന്നില്ലെങ്കിൽ ഇത് മാക്സിമം ട്രേസ്മെൻ്റാണ്. എല്ലാവരിലും ഇവിടുന്ന് റിയാക്ഷൻ ഉണ്ടോയെന്ന് ഞാൻ നോക്കി. 1 മിനിറ്റിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓർഡർ ബ്ലോക്കല്ല, ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഇവിടുന്ന് മിറ്റിഗേഷൻ ഒരു നല്ല റിയാക്ഷൻ, നല്ല ക്യാൻഡിലാണ് ഇത് ഫോം ചെയ്തേക്കുന്നത്. അവിടുന്ന് റിയാക്ഷൻ കിട്ടിയപ്പോൾ ഈ ക്യാൻഡിൽ റിട്രേസ്മെൻറ്റ് വന്നപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് നോക്കി. എൻട്രി ചുമ്മാ നോക്കിയതാണ്. എൻട്രി എടുത്തൊന്നുമില്ല, പക്ഷെ നല്ലൊരു റിയാക്ഷൻ കിട്ടിയായിരുന്നു. ഇന്നത്തെ ഒരു ബ്രേക്ക് ഡൗൺ പറയുകയാണെങ്കിൽ ഇതാണ്. 50 മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഈ 9:15 ഇവിടുന്ന് ലിക്വിഡിറ്റി എടുത്ത് നല്ല റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടായി. പ്രൈസ് ഫുള്ള് ബെയറിഷാണ്. ഇത് ക്രിയേറ്റ് ചെയ്ത LRL ആണ്. പക്ഷെ ഇവിടുന്ന് ലിക്വിഡിറ്റി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് 88ൻ്റെ അവിടെ നല്ല റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻവാൾട്ടേഷൻ കിട്ടാത്തപ്പോൾ ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷനായി. പ്രൈസ് എങ്ങനെ ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഇത് അപ്പോൾ കണ്ടത് ഓർഡർ ബ്ലോക്കിൻ്റെ 50 മിനിറ്റ്സിൻ്റെ ഓർഡർ ബ്ലോക്ക് അല്ലേ ഇത്. ഓർഡർ ബ്ലോക്കിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ട്. കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് പ്രൈസിൽ നിന്ന് അവിടെ നിന്നാണ് പ്രൈസ് പോയേക്കുന്നത്. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ 1 മിനിറ്റിൻ്റെ ഡീലിംഗ് റേഞ്ചാണ് മെയിനായിട്ട് നോക്കി കൺസിഡർ ചെയ്തത്. എല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാം ലിക്വിഡിറ്റീസാണ്. നോക്കുകയാണെങ്കിൽ ഇതാണ് നല്ലൊരു സെറ്റപ്പായിരുന്നു. കണ്ടെടുത്തില്ല, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത കറക്റ്റ് ടൈമിലല്ല വന്നത്. ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത ബ്രേക്കർ ഇങ്ങനെ എടുക്കുന്ന റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ എടുക്കും. വിക്കും ബോഡി ഫുള്ളായിട്ട് എടുക്കും. ഇത് റിയാക്ഷൻ ഉണ്ടെന്നൊക്കെ റിയാക്ഷൻ ഉണ്ട്. ഇതൊരു ബ്രേക്ക് ഗ്യാപ്പാണ്. ഗ്യാപ്പായിട്ട് ഹോൾഡ് ചെയ്ത പ്രൈസ് റിട്രേസ്മെൻറ്റ് വന്നു. പിന്നെ എൻട്രി എടുത്ത അനലൈസിങ് ഒക്കെ പക്കയാണ്, നല്ല രസമുണ്ട്. എൻട്രി എടുത്തില്ല. ഇവിടെ ഞാൻ ഈ ബ്രേക്കർ ബ്ലോക്ക് ഉണ്ടെങ്കിലും ബ്രേക്കർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തതിന് ഇവിടെ ഡയറക്റ്റ് ബൈ ചെയ്യായിരുന്നു, ലോങ് ചെയ്യായിരുന്നു. അത് ഹോൾഡ് ചെയ്തു. ഇവിടെ നിന്ന്
ഇവിടുന്ന് പ്രൈസ് ബ്രേക്കറിൽ നിന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് എൻട്രി എടുക്കാനുള്ള സെറ്റപ്പായിരുന്നു. അല്ലാണ്ട് എൻട്രി അടിക്കാൻ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അത് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ നടന്നു. നല്ല സന്തോഷമുണ്ട്. അനലൈസിങ്ങൊക്കെ ആയതുകൊണ്ട് അതുപോലെ പൈസ മൂവ് ചെയ്തു വിചാരിച്ച മാതിരി. അതുകൊണ്ട് നല്ല ഇതുണ്ട്.